ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടൻ്റെയും ബീഫ് കറിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു പൊറോട്ടൻ്റെയും പിന്നെ ബീഫിൻ്റെയും റെസിപ്പിക്ക് വേണ്ടിയിട്ട് എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിന്. അപ്പോൾ കൂടുതൽ ചോദിച്ചത് ബാച്ചിലേഴ്സാണ്. പിന്നെ അവർ ആവശ്യപ്പെട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് തന്നെയാണ് ഈ ഒരു പൊറോട്ടയും ബീഫ് കറിയും ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈസി ആയിട്ട് കാണിച്ചാൽ മാത്രം പോരല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റും കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു പൊറോട്ടയും പിന്നെ ബീഫ് കറിയും ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. പിന്നെ ഞാൻ പൊറോട്ട രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇതുപോലെ പിന്നെ കട്ട് ചെയ്തിട്ട് ലെയറായിട്ട് കിട്ടുന്ന വിധത്തിലും, ഇത് വീശാൻ അറിയാത്തവർക്ക് ഉള്ള ആ ഒരു ടിപ്പാണ്. പിന്നെ വീശിയിട്ടുള്ളതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊറോട്ടയും ബീഫ് കറിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊറോട്ടക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 5 കപ്പ് എന്ന് പറയുമ്പോൾ 1 കിലോനാണ്, 1 കിലോ മൈദ. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1.5 അല്ലെങ്കിൽ 1.25 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 മുട്ട. ഇത് കറക്റ്റ് തന്നെയാണ് കേട്ടോ, 2 മുട്ട. 1 കിലോ മൈദക്ക് 2 മുട്ട കറക്റ്റ് തന്നെയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു പൊറോട്ട കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-2.25 കപ്പോളം വെള്ളം എടുത്തിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. എനിക്കിപ്പോൾ 2.25 കപ്പോളം ആവശ്യം വന്നിന് ഈ ഒരു പൊറോട്ടൻ്റെ മാവ് കുഴച്ചെടുക്കാൻ. പിന്നെ പൊറോട്ടൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ആ കുഴക്കലിനാണ് പൊറോട്ട നന്നാകുന്നത്. അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കാൻ നോക്കാം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കുറച്ച് ബലം പ്രയോഗിച്ചിട്ട് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് നമ്മളെ മാവ് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തൊക്കെ കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഈ ഒരു പൊറോട്ടൻ്റെ മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ എന്താ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും കിട്ടും. അപ്പോൾ ഞാനിതാ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് തന്നെ പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കൂടിയാൽ അരമണിക്കൂർ, കുറഞ്ഞാൽ ഒരു 15 മിനിറ്റ്, അത്രയും മതി. പിന്നെ നമ്മൾ മാവ് നല്ലോണം കുഴച്ചെടുത്താണെങ്കിൽ കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, 15 മിനിറ്റ് തന്നെ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ബീഫ് കറീൻ്റെ പണിയിലൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ 2 കിലോ ബീഫാണ് എടുത്തത്. 2 കിലോ ബീഫ് നല്ല നെയ്യും കൊട്ടലിലുള്ള ബീഫാണ്. അപ്പോൾ കറി വെക്കുന്ന സമയത്ത് ഇതുപോലത്തെ ബീഫ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. എല്ലാം ഉണ്ട്, മറ്റേ ഈ കൊട്ടിൻ്റെ മുകളിൽ തന്നെയാണ് ഇറച്ചിയും പിന്നെ നെയ്യും എല്ലാം. അപ്പോൾ ഇതുപോലത്തെ ബീഫ് വാങ്ങിയിട്ട് നിങ്ങൾ കറി വെക്കാൻ നോക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊറോട്ടയും ബീഫും കഴിക്കുന്ന സമയത്ത് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഇറച്ചി നിങ്ങൾ വാങ്ങാൻ നോക്കാം. അപ്പോൾ ഞാൻ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. കുക്കർ ചൂടാൻ ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചെറിയ ഉള്ളി നിർബന്ധമൊന്നുമില്ല, ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വലിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ബീഫ് കറിയെല്ലാം വെക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ഉള്ളി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. പിന്നെ ഞാൻ 3 വലിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്. ചെറിയ ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ 250 ഗ്രാം വരെ എടുക്കാം കേട്ടോ. ഞാൻ 200 ഗ്രാമാണ്. ഞാൻ കൂടുതൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളി കൂടിപ്പോയാൽ കറിക്കൊരു മധുരമായിരിക്കും ഉണ്ടാകാൻ. ഇനി ഉള്ളി നല്ലോണം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കറിക്കായാലും എന്തിനും തന്നെ കല്ലുപ്പ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നല്ലോണം ഇവിടെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് 3 കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്.
ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 8 പച്ചമുളകാണ് എടുത്തത്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂട്ടണേ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ എരിവ് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ച് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളൊരു നാടൻ രീതിയിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ശരിക്കും വെച്ചാൽ ബീഫിന് അങ്ങനെ കൂടുതലായിട്ടൊന്നും വേണ്ട. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തത്. ഇനി നമുക്ക് തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി ഇല്ലാണ്ട് ബീഫ് കറി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. നാടൻ രീതിയിൽ വെക്കുന്നതാണെങ്കിൽ തക്കാളി ഇല്ലാണ്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പൊടികളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മസാലയിൽ ഒരു സൈഡിനാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി. ഞാൻ കുരുമുളക് പൊടി ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രഷ് ചെയ്തതില്ലാന്നുണ്ടെങ്കിൽ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്രഷ് ചെയ്തായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും. ഇനി ഈ പൊടികളെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. അതിന് ശേഷം ഈ മസാല എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ട പൊടിൻ്റെ എല്ലാം കളർ മാറിയിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൊടികളെല്ലാം വേറെ തന്നെ ഫ്രൈ പാനിലിട്ടിട്ട് വറുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ തന്നെ പൊടികളെല്ലാം ഇട്ടിട്ട് വറുത്തെടുത്തത്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഫ്രൈ പാനിലാവുമ്പോൾ കുറച്ച് നേരോടെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. കല്ലുപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പില്ല എന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കുറക്കണേൽ കുറച്ച് കൊടുക്കാം കേട്ടോ. 1.5 കപ്പ് വരെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഈ ബീഫ് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു 20-25 മിനിറ്റ് അത്രയും മതി ബീഫ് വെന്തിട്ടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പൊറോട്ടൻ്റെ പണിയിലൊക്കെ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോളാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഓരോ ബോളാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പൊറോട്ട ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ കുഴക്കുന്ന രീതി നന്നായി തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2-3 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതെല്ലാം ബോളാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഓയിൽ പരട്ടി കൊടുക്കുന്നുണ്ട്. വെറും ഓയിൽ മാത്രമാണ്. ഓയിലിങ്ങനെ പരട്ടി കൊടുത്താൽ പിന്നെ ഡ്രൈ ആയില്ല, നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാനും പറ്റും. അപ്പോഴത്തേക്ക് നമ്മൾ ബീഫ് ഇട വെന്തിനോ നോക്കാം. അപ്പോൾ ഇത് നല്ല മണലം വരുന്നുണ്ട്. ബീഫല്ലയുടെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തതും 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് വറ്റിക്കോളും കേട്ടോ. നിങ്ങൾ വിചാരിക്കേണ്ട ഇതിൽ വെള്ളം കൂടിപ്പോയിന്നല്ലാന്ന്, വെള്ളമൊന്നും ഇല്ല. പിന്നെ കറക്റ്റ് തന്നെയാണ്, ഗ്രേവിയിൽ കറക്റ്റ് തന്നെയാണ്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കുറുകി വരും. ഇനി ഈ കറി അടച്ച് വെക്കാം. ഇനി നമുക്ക് പൊറോട്ടൻ്റെ പണിയിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബോളാക്കി വെച്ച മാവ് എടുത്തിട്ട് പരത്താം. ലേശം ഓയിൽ തടിയിട്ട് നമ്മളെ കൈൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. നല്ലോണം റൗണ്ടിൽ പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ വീശി കൊടുക്കാം.
അപ്പോൾ ഞാനിതാ നല്ലോണം വീശി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നേരിയതായിട്ട് തന്നെ കിട്ടണം. എന്നിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം റോൾ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ വേറൊരു ടൈപ്പിലും കൂടി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. അത് വീശാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നമുക്ക് ലെയറായിട്ട് കിട്ടും. പൊറോട്ട നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ കിട്ടും. കോയിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല നേർങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് കത്തി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കീറി കൊടുക്കാം നീളത്തിൽ. ഇത് കുറച്ച് പണിയാണ് നമുക്ക് തോന്നുന്നത്. വീശലായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് രണ്ട് ഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടേക്ക് തള്ളിക്കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് തള്ളിക്കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഇത് വീശുന്നതാണ്. രണ്ട് സൈഡ് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതുപോലെ വീശി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഓയിൽ ഇതുപോലെ കുടഞ്ഞു കൊടുക്കാം. കണ്ടില്ല? അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊറോട്ട അടിച്ചെടുത്തത് ഇതുപോലെ കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓഫായി പോയതാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഒന്നും കൂടി കാണിച്ചിരുന്നത്. അപ്പോൾ ഞാനിതെല്ലാം മാവിയുടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ ഇത് പരത്തിയിട്ട് ചുടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതുപോലെ റൗണ്ടിൽ എല്ലായിടത്തും ഒരേ ലെവലിൽ പരത്തി കൊടുക്കാം. പൊറോട്ട ചുടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ഓയിലും പിന്നെ ഡാൽഡയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഓയിലും ഡാൽഡയും ഒരേ അളവിൽ തന്നെയാണ് എടുത്തത്. ഇനി നമുക്ക് പൊറോട്ട ചുടാൻ വേണ്ടി തുടങ്ങാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഓയിലും പിന്നെ ഡാൽഡയും കൂടിയിട്ട് മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഓയിലും ഡാൽഡയും കൂടിയിട്ട് മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊറോട്ട തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും പരത്തിയിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതായത് പൊറോട്ട നമ്മൾ ചുട്ട് കഴിഞ്ഞ പാടന്നെ ആ ചൂടോടെ തന്നെ ഇതുപോലെ നല്ലോണം അടിച്ചെടുക്കണം. അപ്പം എൻ്റെ മോനാണ് അടിക്കുന്നത്. എൻ്റെ കൈക്ക് പിന്നെ അങ്ങനെ ശരിയായിട്ടൊന്നുമില്ല, സുഖമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ മോനെ ഏൽപ്പിച്ചതാണ്. സാധാരണ പോലെ തന്നെ ഞാൻ വിളിക്കൽ. അപ്പോൾ ഇത് നല്ല അടിപൊളി പൊറോട്ടയുടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ പൊറോട്ട നമ്മൾ ചൂടോടെ തന്നെ അടിച്ചെടുത്തല്ല. എന്നിട്ട് ആ ചൂടോടെ തന്നെ നമുക്ക് ഒരു ചൂടുപാത്രത്തിലിട്ടിട്ട് ഇതുപോലെ അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ പൊറോട്ടയുടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നല്ല വാട്ടിയ വാഴച്ചപ്പിലാണ് ഈ ഒരു പൊറോട്ടയും ബീഫ് കറിയും വിളമ്പുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എൻ്റെ ഹസ്ബൻഡാണ് നോക്കുന്നത് ഫസ്റ്റ്. പിന്നെ ഞാൻ കിഴിപ്പൊറോട്ടയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. കിഴിപ്പൊറോട്ട ഞാനിപ്പോൾ ഒന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിതാ വാഴച്ചപ്പ് ഇവിടെ വാട്ടിയെടുക്കുന്നുണ്ട്. ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാട്ടിയ അതിൻ്റെ മേലെ ഒരു പൊറോട്ട വെച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ബീഫ് കറി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ച ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു പൊറോട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി കറി ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി കറിവേപ്പില വെച്ച് കൊടുക്കണമെന്നില്ല. കറിവേപ്പില വെച്ച് കൊടുത്തത് നല്ല ടേസ്റ്റാണ് നമ്മൾ പൊറോട്ട കഴിക്കുന്ന സമയത്ത്. അതിൻ്റെ ആ ഒരു ചൊയയും കൂടി കിട്ടുമ്പോൾ. എന്നിട്ട് ഇതുപോലെ വാഴൻ്റെ നാര് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി ഈ ചൂടായി കിടക്കുന്ന ഓട്ടിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കിഴിപ്പൊറോട്ട ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കിഴിപ്പൊറോട്ടയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മോന് ഇതാ കഴിച്ച് നോക്കുന്നുണ്ട്. മോന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും. അടിപൊളി ടേസ്റ്റാണെന്ന് പറയുന്നത്, സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയുന്നത് മോന്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു പൊറോട്ടയും ബീഫ് കറിയും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാനിന്ന് കാണിച്ചത് നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയും പിന്നെ ബീഫ് കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.